ഇവനെ ചുരണ്ടി എടുത്തിട്ട് ഇവര് ട്രൈബൽസ് കൊണ്ടുപോയി കൊടുക്കും. ഭയങ്കര വിലയാ. മലയിഞ്ചി കഴിഞ്ഞതും പറിച്ചില്ലേ വായിനെ കൊണ്ട്, അതുകൊണ്ട് കുറച്ച് അരച്ചത്തി കൊണ്ട് ചുമ്മാ ഊത്ത് കൊള്ളാൻ പറ്റില്ല. ചുണങ്ങാണോന്ന് അറിയാം. ഇത് പ്രോപ്പർട്ടി കയറിയാൽ ഒരു മരത്തെ നോക്കിയാൽ വിനോദ് ചേട്ടാ നമുക്ക് ഓക്സിജന്റെ ലെവല് ഏതാണ്ട് അറിയാം. ടൊമേട്ടാ, എന്തോ ഈ റബ്ബറേലും ഈ പ്ലാവേലും ഈ തടിയേക്കൂടെയൊക്കെ ഈ പൂപ്പല് പോലെ ഈ പൗഡർ പെണ്ണുങ്ങളെ പൗഡർ ഇട്ടെടുത്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്നത് ഇത് ചൊറിയുമല്ലോ. അങ്ങ് പട്ട വരെ ഉണ്ട്. അതെന്നാന്ന് ചേട്ടൻ മനസ്സിലായോ? അല്ല, ഈ മഹാഗണിയിലുണ്ട്, പ്ലാവ നിപ്പുണ്ട്, ഈ നിൽക്കുന്ന റബ്ബറിലുണ്ട്, എല്ലാ സകല ഇതിലും ഉണ്ട്. എന്നാ കാരണം? ഇത് നമുക്ക് മഴക്കാലമായി കഴിഞ്ഞാല്, മഴക്കാലം വെള്ളത്തിന്റെ അംശം കൂടെ കൂടിക്കഴിഞ്ഞാല് നമ്മൾ ഇതിലോട്ട് നിൽക്കുന്ന ഒരു ചെറിയ പച്ച നിറത്തിലുള്ള പൂപ്പല് വരെ ഉണ്ടാകും. പൂപ്പല്, അപ്ലോറെക്സിൻ പൂപ്പല്. അത് അതിന്റെ ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അസോള ഇല്ലേ, അസോള അറിയാലോ, അസോളയുടെ ഷേപ്പില് വളരെ ചെറിയ മൈന്യൂട്ടാണ് സാധനം. അത് കൽപ്പാസി എന്ന് പറഞ്ഞ സംഭവം. അത് കൽപ്പാസി അമേരിക്കയിലെങ്കിലും പോയിട്ട് പഠിച്ചിട്ട് വന്നാണോ ടോമ? ഞാൻ ചോദിക്കുന്ന കാര്യം ഇതിനകത്ത് എന്റെ കണ്ടെന്ന് കൽപ്പാസി എന്ന് പറയുന്ന ഈ സംഭവമാണിത്. ഈ സംഭവം വനത്തിൽ ഏറ്റവും കൂടുതലുള്ളതാണ്. വനത്തിൽ ഏറ്റവും കൂടുതലുണ്ട്. അപ്പൊ ചെറിയ ഏത് സമയത്ത് അവിടെ കൂടുതലാണ്, തണുപ്പുള്ള ഏരിയ ആകുമ്പം അവിടെ കൂടുതലുണ്ട്. ഇത് ട്രൈബൽസ് ഇത് കളക്ട് ചെയ്തിട്ട് നാട്ടിലിറങ്ങി അങ്ങാടിക്കടയിൽ കൊടുക്കും. ഇവൻ ഇന്ന് കടൽ കടന്ന് ഇവിടുന്ന് 500 രൂപയ്ക്ക് കൊടുക്കും. കടൽ കടന്ന് ഇവിടെ വരുമ്പോൾ 5000 രൂപയ്ക്ക് നമ്മൾ മേടിക്കും. ഇവൻ പ്രധാനമായിട്ട് ഫുഡിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ടേസ്റ്റ് ഫുഡിൻ്റെ ബിരിയാണിയിൽ ഇത് ന്യായമായിട്ട് സംഭവം ഉപയോഗിക്കുന്നുണ്ട്. ബിരിയാണിയിൽ അമേരിക്കയിലൊക്കെ അതൊക്കെ എക്സ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വന്നു കഴിയുമ്പം നമ്മൾ അത് മേടിച്ചാൽ കഴിക്കും. നമ്മുടെ ഇവിടുന്ന് പോകുന്നത് ഈ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓക്സിജൻ്റെ ലെവൽ നമുക്ക് പ്രോപ്പർട്ടിയിൽ അറിയാൻ പറ്റും. ഓക്സിജൻ്റെ ലെവല്, ഈ ഓക്സിജൻ്റെ ലെവല് ഈ മരങ്ങളിലെ ഒരു അളവാണ് കാണുന്നത്. എല്ലാ പൂപ്പിലും അല്ല കേട്ടോ, എല്ലാ പൂപ്പിലും അല്ല. ഉണ്ട് ഒരു അപ്ലോറെക്സിൻ പല ടൈപ്പ് ഉണ്ട്. എല്ലാ കൽപ്പാസി അടങ്ങിയിരിക്കുന്നതാണ്. ഇതല്ലേ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ കണ്ടില്ല. കൽപ്പാസി എന്ന് പറഞ്ഞ സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്സിജന്റെ ലെവല് നമുക്ക് ഒരു പ്രോപ്പർട്ടിയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഇവര് വലിക്കുകയല്ലേ, അപ്പൊ ഇവര് ഓക്സിജൻ പുറത്തേക്ക് വിടുകയല്ലേ. അപ്പൊ ഓക്സിജൻ കണ്ടമാനം ഉണ്ടെങ്കിൽ ഈ സംഭവം ഇവിടെ വർദ്ധിക്കുക. അപ്പൊ ഒരു മരത്തെ നോക്കിയാൽ, ഒരു പ്രോപ്പർട്ടി കയറിയാൽ ഒരു മരത്തെ നോക്കിയാൽ വിനോദ് ചേട്ടാ നമുക്ക് ഓക്സിജന്റെ ലെവല് ഏതാണ്ട് അറിയാം. അപ്പൊ അത് മരം അന്തരീക്ഷം ശുദ്ധീകരിക്കാൻ തെർമോമീറ്ററുമായിട്ട് മീറ്ററുമായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഒരു മരത്തിൻ്റെ അടുത്ത് നോക്കിയാൽ ഈ ഓക്സിജൻ കണ്ടന്റ് പുറത്തേക്ക് വിടുന്നുണ്ട്. അതിൽ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചാൽ താനി ഇത് തെങ്ങയിലും കവുങ്ങയിലും എല്ലാം ഉണ്ടാകുന്നുണ്ട്. എല്ലാ വൃക്ഷങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. തെങ്ങയിലും കവുങ്ങയിലും ഇത് കുറവല്ല, എല്ലാം ഉണ്ട്. നമ്മൾ ഓക്സിജന്റെ അളവ് ഇല്ലേ. പക്ഷെ തേക്കും തടിയാൽ ഈ സംഭവം ഇങ്ങോട്ട് തേക്ക് നിൽക്കുന്നുണ്ടോ, അതിൽ വളരെ കുറവാണ്. നിങ്ങൾ നോക്കിയോ, നിങ്ങളുടെ തേക്ക് നിൽക്കുന്നത് വളരെ കുറവാണ്. ഇത് കൽപ്പാസിയാണ്. ഇത് അല്ല, ഇത് കണ്ടാ അറിയാമല്ലോ, ഇതിന് പച്ച നിറം ഇല്ലല്ലോ. ഇത് വെറും പായല്. ഓ ശരി, ഇത് വെറും പായല്. തേക്കയിൽ ഉണ്ടാകുകയല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തേക്കൽ ഉണ്ടാകുന്നില്ല, എല്ലാത്തിലും ഉണ്ടാവും. പക്ഷെ അതിന്റെ തോത് വളരെ കുറവാന്ന് പറഞ്ഞ. കൽപ്പാസി എന്ന് പറഞ്ഞ സംഭവം തോത് വളരെ കുറവാ. ബാക്കിയുള്ള മരങ്ങളെ 10 ഉണ്ടായിരുന്നു, അല്ല 100 ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൽ ചിലപ്പോൾ 1 ഉണ്ടാവുള്ളൂ. തേക്ക് മരത്തെ ഞാൻ നിരീക്ഷിച്ചതിൽ വളരെ കുറവാണ്. ഇതിലും ഒറ്റയൊരെണ്ണം പോലും ഇല്ല. എന്നാൽ ആ കുഞ്ഞുതേക്കൽ ഒരു 5-6 നിൽപ്പുണ്ട്. ഒരു എവിടെയായിട്ട് കുഞ്ഞുതേക്കൽ ഒരു 5-6 നിൽപ്പുണ്ട്. പിടിക്കലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊന്നും കൽപ്പാസി ഒന്നുമില്ല, വെറും പായല്. ഇതുണ്ടോ, ഇത് ഈ കുഞ്ഞുതേക്കൽ ഇത് കൽപ്പാസിയാ. ഇത് കൽപ്പാസിയാ. ഇത് സാധാ പൂപ്പല്. ഇതും കൽപ്പാസിയാ. ഈ സാധനം പൂപ്പല് വേറെ. അപ്പൊ ഇവിടെ ഈ തേക്ക് മരത്തിൽ ഈ ഒരു കാണുന്ന കൽപ്പാസിയേ ഉള്ളൂ. എവിടെയായിട്ടും 2-3 കൽപ്പാസിയുടെ തോന്നുന്നുണ്ട്. പിന്നെ അതിലില്ല. തേക്ക് മരത്താൽ കൽപ്പാസി വളരെ കുറവാണ്. കൽപ്പാസി കല്ലേലും കവുങ്ങയിലും തെങ്ങയിലും സകല മരങ്ങളിലും അതിന്റെ ഓക്സിജൻ ആഗിരണം ചെയ്തിരിക്കാൻ പറ്റുന്നിടത്ത് എല്ലായിടത്തും ഉണ്ടാവും. എല്ലാ പൂപ്പിലും അല്ല കേട്ടോ. ഈ വെള്ളം ഇത് വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു പച്ച നിറത്തിൽ ഇത് വളരുന്ന ഇത് വളരുന്ന ഇത് പോയതാ. ഇതിനകത്ത് കിടക്കുന്ന ഈ വെള്ള നിറത്തിലുണ്ടല്ലോ, അത് പോയി. ഇത് കണ്ടോ, ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന. ഇത് കാണുമ്പോ അറിയാലോ. ഇത് ഇത് കണ്ടോ, ഒരു ജീവനുള്ള കാണാമല്ലേ. അത് വെള്ളം ഉണ്ടെങ്കിൽ
നനവുള്ള സമയത്ത് ഇത് വളർന്നുകൊണ്ടിരിക്കും. അവസാനത്തിന്റെ ഇത് പാരമ്യത്തിൽ എത്തുമ്പോഴാണ് ഈ അസോള പോലെ ഇതൊരു ഭയങ്കര വല്ല തീരെ മൈനോട്ടായിട്ടുള്ളൂ. ഇവനെ ചുരണ്ടി എടുത്തിട്ട് ഇവര് ട്രൈബൽസ് കൊണ്ടുപോയി കൊടുക്കും. ഭയങ്കര വിലയാ. ഇതില്ലേ ടൊമാറ്റോ പായലെന്ന് പറയുന്നത്. അങ്ങനെയല്ല വിനയ ചേട്ടാ, പായലെന്ന് പറഞ്ഞ സംഭവം തന്നെയല്ല ഇത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പൂപ്പിലും അല്ല. ഇത് തിരിച്ചറിയാനുള്ള കഴിവ് വേണം. കൽപ്പാസി എന്ന് പറയുന്നത് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം അല്ല. ശാസ്ത്രമൊക്കെ പഠിക്കണമല്ലോ. അത് നമുക്ക് കാണുമ്പോ അറിയാം. അത് ഇത് പോസ്റ്റിലും പൂപ്പലുണ്ട്. പക്ഷെ അതൊന്നും അല്ല. ഒന്നുമില്ല. ഇത് വളരുന്നത് നമുക്ക് കണ്ടാ അറിയാം. ഇത് അടുപ്പിച്ച് കാണും. ഇത് വളരും. ഈ പച്ച നിറം വളരുന്നതാണ്. വളരുമ്പം നമുക്ക് കണ്ടാ അറിയാം. എന്റെ നിൽക്കുന്ന തോട്ടത്തിക്കടെ എല്ലാം മിക്സ് ചെയ്ത് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത്. എല്ലാ വളങ്ങളും എന്റെ നിർത്തിയിട്ടുണ്ട്. ആനി, പ്ലാവ്, തേക്ക കാര്യങ്ങളെല്ലാം നിൽപ്പുണ്ട്. അപ്പൊ ആ നിൽക്കുന്നതിന്റെ അകത്ത് നോക്കുമ്പോൾ തേക്കുന്നതിയെ മാത്രം ഇത് ഈ പൂപ്പല് കുറവാണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ തേക്കുംതടിക്ക് ഓക്സിജന്റെ എന്തോ കാര്യമുണ്ടല്ലോ. അത് കാണുന്നവരും അതിന് കമന്റ് ഇടട്ടെ, അവരെ അറിയാം. അതുകൊണ്ടാണോ ഈ തേക്കുന്നരയിൽ ഇത് കയറിയാലാത്ത ആയിരിക്കാം. ഗ്രന്ഥത്തിലെ പക്ഷെ പുല്ല് എന്ന് പറഞ്ഞാൽ തേക്കുംതടിയെ ചിലപ്പോൾ നമ്മള് തേക്കിന് കയറി ചതില് കയറുക എന്ന് പറയുന്നതിന് ഇതും ഒരു കാരണമായിരിക്കാം. പിന്നെ കാരണവര് പണ്ടുകാലത്ത് നിരപ്പര പണിയുന്നുണ്ട്. നിരപ്പര പണിയുമ്പം തടിയുടെ ലഭ്യത തന്നെയല്ല, അതിന് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തടികളും ഓക്സിജൻ കണ്ടമാനം ആഗീരണം ചെയ്ത് നിർത്താനുള്ള ശേഷി ഉണ്ടെന്നുള്ളതല്ല ഇന്നത്തെ. അത് നമ്മൾ മനസ്സിലാക്കണം. തടി വലിച്ച് ഓക്സിജന്റെ ലെവല്. അപ്പൊ നമ്മൾ വീഴുന്ന ഒരു റൂമിൽ കയറി കഴിഞ്ഞാൽ ഓക്സിജൻ ലെവൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടല്ലോ, ഇത് വലിച്ചെടുക്കാനുള്ള ശേഷി കൂടുതലുണ്ട്. അതും നമ്മൾ ഈ തടികളിൽ മനസ്സിലാക്കേണ്ടതാണ്. പണ്ടുകാലത്ത് പെര പണിയുമ്പോ കട്ടല വെക്കുന്ന മെയിൻ കട്ടല വെക്കുമ്പോഴോ അല്ലാത്ത കട്ടലാണെങ്കിൽ സംഭവം ശരിയല്ലേ? ഈ അടിപ്പടി പ്ലാവിന്റെ വെക്കലെന്ന് പറയും. അത് എന്തുകൊണ്ടാ? ഇത്ര നാളുടെ മിനച്ചേട്ടൻ അറിയത്തില്ലേ? എനിക്കറിയത്തില്ല. എനിക്കറിയാമെങ്കിൽ എന്റെ വീട് പണിതതിന് മുഴുവൻ തേക്കാ വെച്ചിരിക്കുന്നത്. ചേട്ടനറിയോ? അറിയത്തില്ല. എന്റെ അറിവില് ഭാരതീയ തച്ചുശാസ്ത്ര പ്രകാരം പ്ലാവിന് ദേവവൃക്ഷമായിട്ടും പെൺവർഗത്തിൽപ്പെട്ട ശാസ്ത്രം എന്തും പറഞ്ഞോട്ടെ, തച്ചുശാസ്ത്രം പറയുന്നത് വർഗത്തിൽപ്പെട്ട വൃക്ഷങ്ങളുടെ അമ്മയായിട്ടാ കൂട്ടിയിരിക്കുന്നത് പ്ലാവിനെ. അപ്പനായിട്ട് ആനിയെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ആണും പെണ്ണും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം. ആണും പെണ്ണും ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ആൺവർഗത്തിൽപ്പെട്ട ആനിത്തടിയാണ് സാധാരണഗതിയിൽ മിക്കല്ല ഇതിൽ മുഴുവൻ ഉരുപ്പടിയായിട്ട് നമ്മള് കട്ടളയായിട്ടും പലകയായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ചേട്ടാ, പ്ലാവിനെ പെൺവർഗത്തിൽപ്പെട്ട വൃക്ഷങ്ങളുടെ അമ്മയായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പൊ അമ്മ ആരെങ്കിലും ചവിട്ടി കിടക്കുവോ? ഇല്ല, ചവിട്ടുകല്ലോ. ഇല്ല. ആ ഒരു തിയറി വെച്ചോണ്ടാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നതും അടിപ്പടി എങ്കിലും പ്ലാവ് വെക്കരുത്. കട്ടള വെക്കരുത് എന്നുള്ളതാണ് ഇന്ത്യ നിവൃത്തിയില്ല പറഞ്ഞാൽ. അടിപ്പടി മസ്റ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും തടി വെച്ചോണം. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മ പ്ലാവ് അപ്പനെ ആനി. അപ്പൊ അപ്പനെ ചവിട്ടാവോ? പിന്നെ ഏതെങ്കിലും വെക്കണ്ടേ? അന്നേരം തേക്ക് വെക്കണം. അതിപ്പോ സാധാരണ തേക്ക് വെച്ചോണ്ടിരിക്കുന്നത്. ടോമി, ഈ പ്ലാവിന് ഇത്ര ഗുണവിശേഷങ്ങളുണ്ടോ? പ്ലാവിന് ഗുണവിശേഷങ്ങളുണ്ട്. ഞാൻ ശാസ്ത്രവും തച്ചുശാസ്ത്രമായിട്ട് പറയുന്നത്. ഇപ്പൊ തത്വശാസ്ത്രത്തിലാണ് ഞാൻ പറയുന്നത്. പ്ലാവിനെ അമ്മയായിട്ടാ കൂട്ടിയിരിക്കുന്നത്, ഒരു ദേവവൃക്ഷമായിട്ടാ കൂട്ടിയിരിക്കുന്നത്. നമ്മളെ ആയുർവേദം എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ആയുർവേദ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഇന്നും ചെന്നാൽ, ഗവൺമെന്റിന്റെ പോലും ഹോസ്പിറ്റലിൽ ചെന്നാൽ പ്ലാവിന്റെ തോണിയിലാണ് നമ്മളെ കിടത്തി മസാജ് ചെയ്യിക്കുന്നത്. പ്ലാവിന്റെ തോണിയിൽ അവിടെ ആനത്തിന് തേക്കുന്നതിന് ഇടാലോ. പ്ലാവിന്റെ തോണിയിലാണ് നമ്മൾ കിടന്നത്. ഏത് അമ്പലങ്ങളിൽ ചെന്ന് പറഞ്ഞാലും ഈ നേർച്ച കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നിടത്ത് മുഴുവൻ പ്ലാവ് ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ ചവിട്ടുന്നിടത്ത് നിസ്സാരം ഒരു വീടിന്റെ അകത്ത് പാനലയ്യോ ചവിട്ടുന്ന ഭാഗങ്ങളിലോ പ്ലാവ് ഉപയോഗിക്കുകയില്ല. എത്ര നല്ല തടിയാന്ന് പറഞ്ഞാലും പ്ലാവ് ഉപയോഗിക്കുകയില്ല. അവിടെ മുഴുവൻ ആഞ്ഞിലിയോ തേക്കോ ഉപയോഗിക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.